ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് എൻ്റെ സ്റ്റഡി ടേബിൾ ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വെക്കേഷൻ മൂഡിലായിരുന്നു. ഫുൾ ടേബിൾ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ ഒരു നല്ല കളർഫുൾ അല്ല, ഒരു എസ്തറ്റിക് ആൻഡ് ഒരു ലൈറ്റ് വിൻറ്റേജ് ടൈപ്പിലൊക്കെ ആയിരുന്നു നമ്മളും ടേബിളിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെക്കേഷൻ ആണ്, അപ്പോൾ അതിൻ്റെ ഒരു രീതിക്കായിരുന്നു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വെക്കേഷൻ്റെ രീതിയിലുള്ള ടേബിൾ ഓർഗനൈസിങ്ങും അതുപോലെ തന്നെ ടേബിൾ ഡെക്കറേഷനും കൊണ്ടിട്ട് നമുക്ക് സ്റ്റഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വെക്കേഷൻ മൂഡിലാണ് അതുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു വെക്കേഷൻ ഹാങ് ഓവർ അങ്ങോട്ട് പോകത്തില്ല. അപ്പം അതിൽ സ്റ്റഡിയിലേക്ക് ആക്കി മാറ്റണം നമുക്ക്. അതാണ് നമ്മൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞ് വൈകിപ്പിക്കാതെ നേരെ വീട്ടിലോട്ട് പോവാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ ടേബിളും. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരു ക്ലീൻ ചെയ്ത് ഒരു പുതിയ ഐറ്റംസ് ഒക്കെ വയ്ക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന് മുകളിലുള്ള എല്ലാ ഐറ്റംസും മാറ്റി ഇനി നമുക്ക് ഈ ഒരു ടേബിൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ടേബിൾ തുടച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ടേബിൾ തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഉണങ്ങുമ്പോഴേക്കും നമുക്ക് വോളിലുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് ഈ ഒരു പൊസിഷനിലൊക്കെ ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എവിടെ വെക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു വിഷൻ ബോർഡും ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അവിടെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വോളിലോട്ട് നോക്കുമ്പോൾ അത് തന്നെയാണ് കാണുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ ആ ഒരു ടു ഡു ലിസ്റ്റിൻ്റെ ഉണ്ടാക്കിയത് വെച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പെയിൻറ്റിങ് ഡ്രോയിങ് സംഭവം വെച്ച് കൊടുത്തു, ഒരു ബട്ടർഫ്ലൈയുടെ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു റോസിൻ്റെ ഒരു ഡ്രോയിങ് വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വാഷ് ഷീറ്റൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ വേറെ കുറച്ച് പിക്ചേഴ്സ് തോട്ട്സൊക്കെ ആയിട്ടുള്ളത് ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വോളിലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ വോളൊക്കെ ഒരുവിധം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മണി പ്ലാന്റിനെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. കാരണം എൻ്റെ കുറേ ലീവ്സ് വാടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ നാളായി ഇതിനൊന്ന് കെയർ ചെയ്തിട്ട് ഒന്ന് വെള്ളം മാറ്റണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ, വാടിയിട്ടുള്ള ലീവ്സൊക്കെ. പിന്നെ താഴത്തോട്ട് കുറേ ആവശ്യമില്ലാതെ ഉണങ്ങിപ്പോകുന്ന കുറേ കൊമ്പുകൾ മുളച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് നല്ല കൊമ്പുകൾ മാത്രം നിർത്താട്ടോ. സോ നമുക്ക് ആ പരിപാടി നോക്കാം. സോ ഞാൻ സിസറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ അങ്ങോട്ട് കയറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഫുൾ ഉണങ്ങും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇതിന് അറ്റത്തു നിന്നൊക്കെ കട്ട് ചെയ്യണം. ഈ ഒരു ലീഫ് കട്ട് ചെയ്യാണ്ട് തന്നെ ഊരി പോന്നിട്ടുണ്ട്. ഒരു ഉണങ്ങിയ കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിനിങ്ങനെ അറ്റത്ത് കട്ട് ചെയ്യരുത്, കയറ്റി കട്ട് ചെയ്യരുത്. അതിൻ്റെ കുറച്ചും ഇങ്ങോട്ട് നീക്കിയിട്ടൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. കുറേ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ താഴത്തേക്ക് ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വളർന്ന് നിൽക്കും കേട്ടോ. നിങ്ങൾക്ക് എല്ലാ സ്റ്റെമ്മും കൂടെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കയറ്റാൻ പറ്റുന്ന സ്റ്റെമ്മൊക്കെ ഞാനിങ്ങനെ കയറ്റി വെച്ചു. പിന്നെ ബാക്കി നീണ്ടു നിൽക്കുന്ന സ്റ്റെമ്മൊക്കെ ഞാൻ വെട്ടിക്കളയാണ് ചെയ്യാറ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഒക്കെ കെയർ കൊടുക്കാറുണ്ടായിരുന്നതാണ്. പിന്നെ ആ ഒരു വെക്കേഷൻ ഹാങ് ഓവറിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മണി പ്ലാന്റിനെ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. ഈ ഒരു വെക്കേഷനായിട്ട് ഇത് എപ്പോഴോ ഇതിനെ വെള്ളമൊക്കെ മാറ്റി ക്ലീനാക്കിയതാണ്. എത്ര കാലമായെന്ന് അറിയാം. അപ്പം വെക്കേഷനൊന്നുമല്ല, നല്ലൊരു പഠിപ്പ് ആ ഒരു മൂഡൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ വൃത്തിയാക്കാനൊക്കെ തോന്നും, നല്ല രസമല്ലേ. പക്ഷെ അല്ലാത്ത പിന്നെ വെക്കേഷനൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ അടിച്ച് പൊളിച്ച് നടക്കുന്ന സമയത്ത് ഇതിനെ വൃത്തിയാക്കാനൊന്നും സമയം കിട്ടില്ല കേട്ടോ. സോ നമുക്കിതിങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ കൊമ്പ് വെട്ടിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആകെ കൂടെ അറ്റത്ത് മാത്രം ഒരു ഇലയുണ്ട്, അല്ലാണ്ട് ഇല പോലും ഇല്ല കേട്ടോ ഈ കൊമ്പുമ്മ. നമുക്ക് ഈ കൊമ്പ് ജസ്റ്റ് ഇവിടെ വെച്ചൊന്ന് വെട്ടി കൊടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞങ്ങോട്ട് വളർന്ന് പൊക്കോളം വിചാരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ഇതും കൂടെ അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം, നമ്മോട്ട് വളരല്ലോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വെള്ളമൊക്കെ നിറച്ച് കൊടുക്കണം കേട്ടോ. ഇതിലൊക്കെ നല്ല വലിയ ലീവ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ആവശ്യമില്ലാഞ്ഞിട്ട് ഉണങ്ങി നിൽക്കും കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് വെള്ളമൊക്കെ മാറ്റിയിട്ട് വരാം.
സോ ഗായ്സ്, അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു മുറിച്ച കൊമ്പ് ഞാൻ ദേ ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി വേരൊക്കെ ആയിട്ട് വളർന്നോളല്ലോ. അപ്പോൾ ദേ ഇപ്പം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഫില്ല് ചെയ്തു, ഒക്കെ സെറ്റാക്കി. നിറച്ച് വേരാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വേര് മുളച്ച് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് വെള്ളം കളയാനോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാനോ ഒന്നിനും സ്പേസ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനൊക്കെ കട്ട് ചെയ്ത് കളയുന്നത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്താലും ഇതിങ്ങനെ വളർന്ന് പോയിക്കോളും, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ചിലതൊക്കെ നല്ല നീളമായിട്ടുണ്ടായിരുന്നു ഇത്. അപ്പം ഞാനത് കട്ട് ചെയ്തു, എന്നിട്ട് വേറെ പ്ലാൻ ചെയ്തു. പക്ഷേ എങ്ങനെയാലും നമുക്ക് പ്ലാന്റ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആ ഒരു കൊമ്പ് തന്നെ വേറൊരു കൊമ്പ് അങ്ങനെ ഒരു പ്രൊഡ്യൂസിങ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് ചെയ്യുന്നത്. മുന്നേ ഞാനൊരു വട്ടം ഇത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വേറൊരു പോട്ടിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസം ചെയ്തതാണ്. ഇതിൽ ആകെ കൂടി ഒരു ഇലയുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ഒന്നും ഇലയില്ലാണ്ട് അങ്ങോട്ട് നീണ്ടു പോയിട്ട് ഒരു ഇല മാത്രമായിട്ട് നിർത്തുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തു. ഇതാകുമ്പോൾ ഇവിടെ ഇല വളർന്നോളും, ഇവിടുത്തെ പിന്നെ ഇല വളർന്നു പോകുമല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വെച്ച സ്ഥലത്തോട്ട് തന്നെ മാറ്റി വെക്കണം. സോ അപ്പോൾ നമ്മൾ ഇവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അങ്ങോട്ട് മാറ്റി വെക്കാം ഗൈസ്. അപ്പോൾ മണി പ്ലാന്റിലൊക്കെ വെള്ളം നിറച്ചു, വോളൊക്കെ ഫുൾ ഡെക്കറേറ്റ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ടേബിള് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ടേബിളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ആക്കാം. സോ അപ്പോൾ അതിലേക്ക് വെക്കാനുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ നമുക്ക് ഓർഡർ ആക്കി വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പെൻ ഹോൾഡർ സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതിലോട്ട് കുറച്ച് പെന്നൊക്കെ വെച്ചു, റെഡ് ഇങ്ക്, ബ്ലാക്ക് ഇങ്ക്, ബ്ലൂ ഇങ്ക് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാപ്ലെയർ, സിസേഴ്സ്, ഗ്ലൂ, പെൻസിൽസ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 പെൻസിൽസൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഷാർപ്നേഴ്സ്, പിന്നെ കുറച്ച് ജെല്ലിങ്കുകളും പിന്നെ കുറച്ച് കളറിങ്ങൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്ലിറ്ററിങ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലുള്ള ആ ഒരു റെയിൻബോ ഞാൻ മാറ്റുന്നില്ല കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, മാറ്റാൻ തോന്നിയില്ല. പിന്നെ ഒരു ലാമ്പ്, സ്റ്റഡി ലാമ്പ് വെച്ച് കൊടുത്തു. പിന്നെ ഒരു ക്ലോക്ക് വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ബുക്ക് മാർക്സ് ഉണ്ടായിരുന്നു, അത് പെൻ ഹോൾഡറിൽ വെച്ച് കൊടുത്തു. ഒരു ഫാൻ ഉണ്ടായിരുന്നു, അത് ആ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തു. പിന്നെ 2 പെയിൻറ്റിങ് ബ്രഷസ് വെച്ച് കൊടുത്തു. പിന്നെ ഒരു ഡെക്കോർ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിഷൻ ബോർഡിൽ 2-3 വിഷൻസൊക്കെ എഴുതി ഒട്ടിച്ചു കൊടുത്തു, തോട്ട്സൊക്കെ എഴുതിയിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു സ്കെയിലൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ ഇതാണ് നമ്മുടെ സ്റ്റഡി ടേബിൾ മേക്ക് ഓവറിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഒരുപാട് ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മുടെ ടേബിൾ മേക്ക് ഓവർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്റ്റഡി ടേബിൾ ഇപ്പോൾ കാണാനായിട്ട് നല്ല, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഇത് പഠിക്കാൻ തോന്നും, അത്രയും അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഡെക്കറേഷനൊക്കെ ചെയ്ത് സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ആക്കാവുന്നതൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ വോളൊക്കെ ഒന്ന് മോട്ടിവേഷൻ ആക്കുക. എന്നാലേ നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ചെയർ കിട്ടി ഇരുന്നിട്ട് പഠിക്കുന്ന സമയത്ത് ആ വോളിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, നല്ലൊരു മോട്ടിവേഷൻ കിട്ടണം. അതിനായിട്ടാണ് നമ്മൾ ഈ ബോൾ ഇത്രയും അടിപൊളിയാക്കിയിരിക്കുന്നത്. വിഷൻ ബോർഡൊക്കെ അതിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടു ഡു ലിസ്റ്റിൽ നമ്മളിപ്പം എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നമുക്ക് ഇന്നതൊക്കെ പഠിക്കാം, സോഷ്യൽ പഠിക്കാം, സയൻസ് പഠിക്കാം, അങ്ങനെയൊക്കെ മാർക്ക് ചെയ്തതായിട്ട് ടു ഡു ലിസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടു ഡു ലിസ്റ്റ് ആയാലും വിഷൻ ബോർഡ് ആയാലും ഒക്കെ ഞാൻ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ടു ഡു ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്നതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം, നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുതിയ ട്രൈപോഡ് മേടിച്ചിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീട്ടിലും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെയും ദിസ് അൻഷിക സൈനിങ് ഓഫ്.